Hi all, good evening and Okay, welcome ma'am. to Semester Practical Class. ഒത്തിരി പേരുണ്ട്. സാധാരണ ലൈവിൽ ഇത്രയും ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല, കാരണം നമ്മുടെ കുട്ടിക്ക് ആപ്പിൽ എന്തായാലും ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ലൈവ് പോലെ തന്നെയാണ് റെക്കോർഡിങ്സും ഫീൽ ചെയ്യാന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇത്ര വലിയൊരു ചാലഞ്ച് എടുക്കുന്നത് കേട്ടോ, കാരണം പ്രാക്ടിക്കൽ ഇങ്ങനെ മേ ബി ഫസ്റ്റ് ടൈം ആയിരിക്കും പ്രാക്ടിക്കൽ ഓൺലൈനായിട്ട് ഏതെങ്കിലും സെന്റേഴ്സ് പഠിപ്പിക്കുന്നതെന്നാണ് തോന്നുന്നത്. ആരും ചില കുട്ടികളൊക്കെ നമ്മളോട് വെച്ചിട്ട് പ്രാക്ടിക്കൽ എങ്ങനെ ഓൺലൈനിൽ എടുക്കാം. മുളർ ലെയർ ഒക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുളർ ലെയറിന്റെ മോഡലൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടോ ചെയ്യുന്നത്. മുളർ ലെയർ നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമായിരിക്കും കേട്ടോ മുളർ ലെയർ നമ്മൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ ഇതാണ് നമ്മൾ ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് കൂടി ഫ്രീ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ എന്തിനാണ് പ്രാക്ടിക്കൽസ്? ഇപ്പൊ ഇഗ്നോ സ്റ്റുഡൻസ് പലരും ചോദിക്കാറുണ്ട്, എന്താ പ്രാക്ടിക്കൽസ്, എന്തിനാണ് പ്രാക്ടിക്കൽസ്? നമ്മളിപ്പം ഒരു പനിയായിട്ട് ചെന്നാലും, ഒരു വിട്ടുമാറാത്ത പനിയായിട്ട് ചെന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ചെന്നാല് മെഡിക്കൽ ഡോക്ടേഴ്സ് എന്താ ചെയ്യുക? അവർ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ചിലപ്പോൾ സ്കാനിങ് എടുക്കും, ചിലപ്പം MRI ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കും. അതിലൂടെയൊക്കെ അവർ എന്ത് ഡിറ്റക്ട് ചെയ്യും? ശരീരത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന്. അത് കണക്ക് നമുക്ക് മാനസികമായിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഒരാളുടെ അറ്റൻഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഇന്ന രോഗങ്ങൾ ഒരാൾക്ക് ഉണ്ടോ എന്നുള്ളത്, ഫോർ എക്സാമ്പിൾ ഡിപ്രഷനോ സ്കീസോഫ്രീനിയോ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ കമ്പയറിംഗ് ടു ഫിസിക്കൽ എന്താ പറയാ ടെസ്റ്റസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളെ അപേക്ഷിച്ച് സൈക്കോളജിയുടെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത് പലതും എന്താണ് ഒബ്ജക്റ്റീവ് ഒക്കെ ആണെങ്കിലും നമ്മൾ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. ഇപ്പൊ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ഒക്കെ ഞാൻ എന്നെ പറ്റി ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്യാം, സെൽഫ് റിപ്പോർട്ടാണ്. അതിലെനിക്ക് കള്ളം പറയുമ്പോൾ എന്തായിരിക്കും? ഒത്തിരി കള്ളമൊക്കെ പറഞ്ഞാല് പിന്നെ ടെസ്റ്റേ ക്യാൻസൽ ആയി പോകും. എന്നാൽ ചെറിയ കള്ളങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും? ആൻസർ മൊത്തത്തില് തെറ്റി. ഒന്നും വേണ്ട, ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളെടുത്ത ബ്ലഡിൽ നിങ്ങൾ ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങളെടുത്ത മൂത്രത്തിൽ നിങ്ങൾ ഒരു തരി മണ്ണിട്ടു, ആ റിസൾട്ട് തെറ്റിപ്പോ. അത് കണക്ക് നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ടാണോ ആൻസർ ചെയ്യുന്നത് അത്രത്തോളം സത്യസന്ധമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിലാണ് പലരും എന്ത് ചെയ്യാറുള്ളത്? ആൻസർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് റോങ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടാം. അപ്പോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ കേസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള 2 പ്രാക്ടിക്കൽസ് ആണ്. ഒന്ന് പേഴ്സണാലിറ്റി അളക്കാൻ, 16 പേഴ്സണാലിറ്റി ഫാക്ടറിന്റെ പേഴ്സണാലിറ്റി അളക്കാനുള്ള ഒരെണ്ണമുണ്ട്. പിന്നെ ഇല്യൂഷൻ, 101ന്റെ ഇല്യൂഷൻ അളക്കാൻ വേണ്ടിയിട്ട് മുള്ളർ ലെയർ ഇല്യൂഷൻ ആണ് വരുന്നത് കേട്ടോ. പ്രാക്ടിക്കൽസ് ചെയ്തവരാണോ ഇതിൽ ചെയ്യാത്തവരാണോ ആരൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞേ. സെഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, റെക്കോർഡ് സബ്മിറ്റ് ചെയ്തു, വൈവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ ചെയ്തവർക്ക് ഇച്ചിരി പരിചയമൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല രീതിക്ക് ഞങ്ങളൊന്നും സെഷൻ കഴിഞ്ഞിട്ടുള്ളൂ. ചെയ്തിട്ടില്ല മേഡം. നമ്മള് പറഞ്ഞു തരാൻ വേണ്ടി പോണത് കേട്ടോ. അപ്പൊ ചില സെന്റേഴ്സിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോ റെക്കോർഡൊന്നും വളരെ കൃത്യമായിട്ട് നോക്കാറില്ല, എന്തെങ്കിലുമൊക്കെ കൊണ്ട് എഴുതി ചെന്നാലും ശരിയിട്ട് കിട്ടാറുണ്ട്. ആഫ്റ്റർ ഓൾ യു ആർ എ ബഡിങ് സൈക്കോളജി. ഞാൻ പറയാറുണ്ട്, എപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യമാണ്, ഇത് ഒരു വെറും ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിനൊന്നും പങ്കെടുക്കണ്ട, നിങ്ങൾ ചുമ്മാ എന്തെങ്കിലും ചെയ്യുക. പക്ഷെ നിങ്ങൾ സൈക്കോളജിയുടെ ഒരു ആഗ്രഹം വെച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നും പഠിക്കാതെ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇരിക്കാൻ ഒക്കത്തില്ല. ഇതൊക്കെ സൈക്കോളജിയുടെ വളരെ ആവശ്യമുള്ള, ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുക, ഒരാളുടെ മെമ്മറി അളക്കുക, ഒരാളുടെ അറ്റൻഷൻ അളക്കുക, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. സോ ഇതൊന്നും പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു കടമ നിർവഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, യു ക്യാൻ ലീവ് ദ ക്ലാസ്. കാരണം അങ്ങനെ ഒരു ക്ലാസ് ആയിരിക്കില്ല ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതും. ഞാൻ എന്റെ പിള്ളേർക്ക് അറിയാം, ഇവിടെ സൈക്കോസ്റ്റാ സ്റ്റുഡൻസ് ഉണ്ടാവില്ല, ഒത്തിരി പേരുണ്ട്. അവർക്ക് ഞാൻ വീഡിയോ കൊടുക്കാന്ന് പറഞ്ഞതിനെ കൊണ്ട് കുറെ പേര് കയറിയിട്ടില്ല. യെസ്, ഒത്തിരി പേര് സൈക്കോസ്റ്റാ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കറിയാം ഒരിക്കലും എന്താ പറയാ ഓരോ സബ്ജക്റ്റ് ആയിക്കോട്ടെ ഞാൻ ചുമ്മാ എടുക്കുകയല്ല, നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുക. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് സബ്ജക്ട്. മനുഷ്യ മനസ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മളൊരു സാധാരണ 101 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 101 ആയിക്കോട്ടെ, എല്ലാം നമ്മൾ എങ്ങനെയാണ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് എടുക്കാറ്. അതായത് ജീവിതത്തിലേക്ക് ആവശ്യമുള്ള രീതിയിലാണ് എടുക്കാറുള്ളത്. സോ ഇതും അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ.
അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 16 പേഴ്സണാലിറ്റി ഫാക്ടർ. റെയ്മണ്ട് കാറ്റില് അദ്ദേഹം കണ്ടെത്തിയതാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ. ഇപ്പൊ 16 പേഴ്സണാലിറ്റി അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അളക്കാൻ വേണ്ടി ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് 16 അദ്ദേഹം ചൂസ് ചെയ്ത് അത് ഒരാളിൽ അളന്നിട്ട് അത് ആ ആളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് പറയുന്ന രീതിയിലാണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ ഉള്ളത്. ഈ ഒരു റെക്കോർഡ് എന്റെ ഡിഗ്രി കാലത്ത് ഞാൻ എഴുതിയ റെക്കോർഡാണ് കേട്ടോ. അപ്പൊ ഇഗ്നോയിൽ നമുക്ക് ഇച്ചിരി വ്യത്യാസം. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ ഇഗ്നോയിൽ വ്യത്യാസം ഞങ്ങൾക്ക് പേഴ്സണാലിറ്റിക്ക് ആയിട്ട് ഒരു എന്ത് കൊടുക്കണം, ഇൻട്രൊഡക്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പൊ പേഴ്സണാലിറ്റിക്ക് ആയിട്ട് ഇൻട്രൊഡക്ഷൻ ഞാൻ എഴുതിയതാണ്. യു ക്യാൻ ചെക്ക്. അപ്പോ 16 പേഴ്സണാലിറ്റി ഫാക്ടറിനും ഇൻട്രൊഡക്ഷൻ. ഓക്കെ, 16 പേഴ്സണാലിറ്റി ഫാക്ടർ. നമുക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ് നമ്പർ ഒക്കെ ഇടണം. ഇൻഡിവിജ്വൽ എക്സ്പെരിമെന്റ് എന്തോ ഇതേപോലെ ഡെഫിനിഷൻ കൊടുത്തിട്ട് തന്നെ ഞങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞേക്കുന്നു. പേഴ്സണാലിറ്റിക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം കേട്ടോ. മാം ഇത് എവിടുന്ന് ലൈവായിട്ട് എഴുതി കൊടുക്കേണ്ടതാ? എഴുതി കൊടുക്കേണ്ടതാണ്. എഴുതി കൊടുക്കുന്നു. നമ്മുടെ ടെലിഗ്രാമിലൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി ഇവിടെ ഇൻട്രൊഡക്ഷൻ ചുമ്മാ ജസ്റ്റ് പറയുന്നതുകൊണ്ട് പേഴ്സണാലിറ്റി എന്താണ്, ടേം പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് പേഴ്സോണ, മാസ്ക് എന്നാണ് വിളിച്ചിട്ടുള്ളത് പേഴ്സണാലിറ്റിയുടെ. അതായത് നമ്മളുടെ യുണീക്ക് ആയിട്ട് ഓരോ വ്യക്തിയും ഓരോ രീതിയിലാണ്. അതായത് പേഴ്സണാലിറ്റി ലൈക് ഫിംഗർ പ്രിന്റ്. അബ്ദുൽ നാഫി എന്നൊരു പേഴ്സണാലിറ്റി വേറെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. മൊഹസിന മാത്രമേ ഉള്ളൂ, ഫെമിന മാത്രമേ ഉള്ളൂ, അശ്വിനി മാത്രമേ ഉള്ളൂ. വേറൊരു പേഴ്സൺ യുണീക്കാണ്. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ JB ആൽപോർട്ട് പറഞ്ഞിരിക്കുന്നതാട്ടോ, ട്രൈ ടു ഗിവ് എ കോംപ്രിഹെൻസീവ് ഡെഫിനിഷൻ ഓഫ് ദ ടേം പേഴ്സണാലിറ്റി. ദാറ്റ് ഇസ് പേഴ്സണാലിറ്റി ഇസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. വൈവറ്റിനൊക്കെ പറഞ്ഞില്ല അവിടെ നിൽക്കുക. അപ്പൊ പേഴ്സണാലിറ്റി ഇസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ ഓഫ് ദോസ് പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ സിസ്റ്റം ദാറ്റ് ഡിറ്റർമൈൻ ഹിസ് യുണീക് അഡ്ജസ്റ്റ്മെന്റ് ടു ഹിസ് എൻവയോൺമെന്റ്. ഒരു വ്യക്തി അയാളുടെ എൻവയോൺമെന്റിനോട് എങ്ങനെ അഡ്ജസ്റ്റ് ആവുന്നു, അതാണ് യുണീക്ക് ആയിട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞേ, പിന്നെ ഒരു ഹോസ്റ്റൽ റൂം, ഒരു വലിയ റൂമാണ്, ഒരു ഡോർമെറ്ററി. ആ 10 പേരും ആ ഒരു അറ്റ്മോസ്ഫിയറിനോട് അഡ്ജസ്റ്റ് ആവുന്നത് 10 രീതിയിലായിരിക്കും. അങ്ങനെ തന്നെ എല്ലാത്തിനോടും അല്ലെ, ഓരോ വ്യക്തിയും അഡ്ജസ്റ്റ് ആവുന്നത് വ്യത്യസ്തമാണ്. ആ അഡ്ജസ്റ്റ് ആവുന്ന രീതിയാണ് പേഴ്സണാലിറ്റി എന്ന് JB ആൽപോർട്ട് അല്ലെങ്കിൽ ഗോർഡൻ ആൽപോർട്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ പേഴ്സണാലിറ്റി എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം പേഴ്സണാലിറ്റിയുടെ തിയറീസ് ഉണ്ട്. തിയറീസ് ഒക്കെ വളരെ ചെറുതായിട്ട് പേഴ്സണാലിറ്റി തിയറീസ് മെയിൻ ആയിട്ട് വരുന്നത് ടൈപ്പ് അപ്രോച്ചിന്റെ, ഹിപ്പോക്രേറ്റ്സിന്റെ ടൈപ്പ്, അതുപോലെ തന്നെ സൊമാറ്റോ ടൈപ്പ്, ക്രഷ്മറിന്റെ ക്ലാസിഫിക്കേഷൻ, ഷെൽഡന്റെ ക്ലാസിഫിക്കേഷൻ, യുങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ, ട്രയറ്റ് അപ്രോച്ച് ആണ് രണ്ടാമത്തത്. അതിൽ ആൽപോർട്ടിന്റെ തിയറി വരുന്നുണ്ട്. കാറ്റൽസ് കേട്ടോ, കാറ്റിലെ തിയറി ട്രയറ്റ് അപ്രോച്ച്. ട്രയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവ ഗുണം എന്നാണ് അർത്ഥം. ട്രയറ്റ് അപ്രോച്ച്. അപ്പൊ റെയ്മണ്ട് കാറ്റിൽ 16 പേഴ്സണാലിറ്റി വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഐസൻ ഉണ്ട്, പിന്നെ ഡെവലപ്മെന്റൽ അപ്രോച്ച് ഉണ്ട്, അതിൽ ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി തിയറി ഉണ്ട്, ആൽഫ്രഡിന്റെ ഉണ്ട്, ആൽഫ്രഡ് അഡ്ലർ ആണ്, പിന്നെ യുങ്ങിന്റെ ഉണ്ട്, പിന്നെ ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്, അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി. ഡിറ്റർമിനൻസ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ തിയറി അല്ല കേട്ടോ, തിയറി 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ടൈപ്പ് അപ്രോച്ച്, സെക്കൻഡ് ട്രയറ്റ് അപ്രോച്ച്, തേർഡ് വൺ 4 തിയറീസ് അഡോപ്റ്റിംഗ് ടൈപ്പ് കം ട്രയറ്റ്. ശ്രദ്ധിക്കണേ, ടൈപ്പ് കം ട്രയറ്റിന്റെ അണ്ടറിലാണ് ഐസങ്ക് വരുന്നത്. ഫോർത്ത് ഡെവലപ്മെന്റില് ഫ്രോയിഡും ഉണ്ട്, അതുപോലെ അഡ്ലറും ഉണ്ട്. ഇത് കൂടാതെ ഒത്തിരി തിയറീസ് ഉണ്ട് കേട്ടോ. പ്രൊമിനന്റ് ആയിട്ടുള്ള തിയറീസ് 4 ആയിട്ടാണ് തരംതിരിച്ചത്. ടൈപ്പ്, ട്രയറ്റ്, ടൈപ്പ് കം ട്രയറ്റ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ അപ്രോച്ച്. പിന്നെ ഡിറ്റർമിനൻസ് എന്തൊക്കെയാണ്, പേഴ്സണാലിറ്റിയുടെ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞിട്ട് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. ഇത്രയുമാണ്. പിന്നെ റെഫറൻസ് ആണ്, ഏത് ബുക്ക് നോക്കിയിട്ടാണോ നമ്മൾ എഴുതിയിട്ടുള്ളത് അതാണ് റെഫറൻസ് ആയിട്ട് കൊടുക്കേണ്ടത്. റെഫറൻസ് എഴുതുന്ന സമയത്ത് കുറച്ച് എന്താ പറയാ രീതികളുണ്ട്. റെഫറൻസ് നമുക്ക് ചുമ്മാ വാരിക്കുട്ടി എഴുതാൻ പറ്റില്ല. സെക്കൻഡ് നെയിം ആണ് ആദ്യം എഴുതേണ്ടത്, കോമ ഇടണം. പിന്നെയാണ് നമ്മൾ ഫസ്റ്റ് നെയിമിന്റെ ലെറ്റേഴ്സ് ആണ് എടുക്കുക. ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയർ, ബുക്കിന്റെ പേര് അണ്ടർലൈൻ ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവസാനം ഞാൻ അതായത് റെക്കോർഡ് എഴുതുന്ന സമയമാകുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത്രയുമാണ് പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പേഴ്സണാലിറ്റി എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പിന്നെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 4 ആക്കി തരംതിരിച്ചു. ടൈപ്പ്, ട്രയറ്റ്, ടൈപ്പ് കം ട്രയറ്റ്, അതുപോലെ ഡെവലപ്മെന്റൽ അപ്രോച്ച്. പിന്നെ ഡിറ്റർമിനൻസും ജസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്താണെന്നുള്ളതും എഴുതിയിട്ടുണ്ട്.
അപ്പൊ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി നോക്കിക്കേ, ദർ ആർ മെനി സിറ്റുവേഷൻ ഇൻ വിച്ച് വി നീഡ് ടു അസസ് പേഴ്സണാലിറ്റി ഓഫ് എ പേഴ്സൺ. അല്ലെ, നമുക്ക് ഒരുപാട് അവസ്ഥ വരാറുണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കുന്നത്. എക്സ്ട്രോവേർട്ട് ആണോ, ഇൻട്രോവേർട്ട് ആണോ, സൈക്കോട്ടിസം ഉണ്ടോ, ന്യൂറോട്ടിസം ഉണ്ടോ എന്നൊക്കെ ആസ് എ സൈക്കോളജിസ്റ്റ് വി നീഡ് ടു അസസ്. Example, for the personal psychologist in business organization want to select people whose personality features are such which are desirable of a good salesman, executives, managers, marketers, etc. കണ്ടോ, OB organizational behavior ഉണ്ട്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള സൈക്കോളജിസ്റ്റ്, അയാൾ അവരുടെ മാനസിക രോഗം ഒന്നുമല്ല കേട്ടോ അളക്കാൻ പോകുന്നത്. അയാള് ആ സ്ഥാപനത്തിലേക്ക് ആപ്റ്റ് ആയ ഒരാളെ സെലക്ട് ചെയ്ത് കൊടുക്കുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, ജോബ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുക, ഇതൊക്കെയാണ് ചെയ്യുക. അപ്പൊ അവരവിടുത്തെ ആപ്റ്റ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്യാൻ ചിലപ്പം ടെസ്റ്റുകളിലൂടെ ആയിരിക്കും. ഇപ്പൊ ഒരു ചാമിങ് ആയിട്ടുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു മാനേജർ വേണം, സെയിൽസ്മാനെ വേണം. അപ്പൊ നമ്മൾ എന്താണ് ടെസ്റ്റ് കൊടുക്കും, വേണം എക്സ്ട്രോവേർട്ട് ആയിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അത് നോക്കാൻ നമുക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാം. വെറും മാനസിക രോഗവും മാനസിക രോഗാവസ്ഥ അളക്കാനല്ല, എല്ലാ മേഖലയിലും നമുക്ക് ഓരോ ടെസ്റ്റുകളും ചെയ്യാം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് പിന്നെ മിലിറ്ററിയിലെ ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ജോബിന് ആളുകളെ എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സ് ഇൻ അസസിങ് പേഴ്സണാലിറ്റി. ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് കേട്ടോ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ. ഇൻക്ലൂഡ് ബിഹേവിയർ സ്റ്റഡീസ്, ക്ലിനിക്കൽ മെത്തേഡ്സ്. ബിഹേവിയർ സ്റ്റഡീസും ക്ലിനിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഇന്റർവ്യൂ മെത്തേഡിലൂടെ ചെയ്യാം, കേസ് സ്റ്റഡി മെത്തേഡിലൂടെ ചെയ്യാം, ഈവൻ പ്രൊജക്റ്റീവ് മെത്തേഡ്സ്, റോഷാർക്ക്, കിംഗ്-ബ്ലോട്ട് പോലെയുള്ള പ്രൊജക്റ്റീവ് മെത്തേഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടി പറ്റും. ആൻഡ് സൈക്കോമെട്രിക് മെത്തേഡ്. സൈക്കോമെട്രിക് മെത്തേഡിലാണ് ഇൻവെന്ററീസ്, റേറ്റിംഗ് സ്കെയിൽ. ഇൻവെന്ററി ആണ് 16 പേഴ്സണാലിറ്റീസ്, 16 PF ഒക്കെ കേട്ടോ. There are direct method of personality assessment. The indirect method of assessment in projective tests. ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് പേഴ്സണാലിറ്റി അളക്കാം. ഡയറക്റ്റ് ആയിട്ട് അളക്കാൻ നമുക്ക് ഈ ഇൻവെന്ററീസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻഡയറക്റ്റ് ഒക്കെ ആയിട്ടാണ് അളക്കാം. പ്രൊജക്റ്റീവ് ടെക്നിക്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ് റോഷാർക്ക്, തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഒരുപാട് അവസരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിവിടെ പിന്നെ ബിസിനസ്സിൽ ഒരാളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ മിലിറ്ററിയിൽ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് എന്താണെന്നുള്ളൊരു ചെറിയ ഇൻട്രഡക്ഷൻ. ഓക്കെ ആണോ? എല്ലാവരും പറഞ്ഞു ഓക്കെ ആണോ എന്ന്? അന്നമ്മോ ആൻഡ് ഒന്ന് എന്റെ ഫോൺ തരോ, ഒന്ന് എന്റെ ഫോണ് തരാമോ? ഓക്കെ. അപ്പൊ 16 പേഴ്സണാലിറ്റി ഫാക്ടർ, റെയ്മണ്ട് കാറ്റലിന്റെ ആണ് 16 പേഴ്സണാലിറ്റി ഫാക്ടർ കേട്ടോ. അപ്പൊ വീണ്ടും ഒരു രീതി എന്ന് പറയുന്നത്, ഒരു എക്സ്പെരിമെന്റ് എഴുതുമ്പോൾ ഉള്ള രീതി എന്ന് പറയുന്നത്, അതിനൊരു എന്തുണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, എയിം ഉണ്ടായിരിക്കണം, മെത്തേഡ് ഉണ്ടായിരിക്കണം, മെറ്റീരിയൽസ് റിക്വയർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. ഞാനൊരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും പേര് കയറിയിട്ടുണ്ട്. അതൊരു ഇത്രയും പേരും കയറിയതൊക്കെ ഒരു ഫോട്ടോ എടുക്കണ്ടല്ലേ? ഓക്കെ. അപ്പൊ 16 പേഴ്സണാലിറ്റി ഫാക്ടർ നോക്കിയേ. Personality can be defined as an individual's unique and relatively stable pattern of behavior of individual, but behavior is generally influenced by both situational factors and internal factors. കണ്ടോ, ഒരാളുടെ സ്റ്റേബിൾ ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേണിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. അത് രണ്ട് കാരണം കൊണ്ട് പേഴ്സണാലിറ്റി വരാം. അച്ഛന്റെ ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അച്ഛന്റെ ദേഷ്യം ആ ജനറ്റിക് വഴി കിട്ടാം, ഇന്റേണൽ ആയിട്ട് കിട്ടാം. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛന്റെ ദേഷ്യം കണ്ടുപഠിക്കാം, എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് കിട്ടാം. അപ്പൊ പേഴ്സണാലിറ്റി എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ യുണീക്ക് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ പാറ്റേൺ ആണ്. അത് ഇന്റേണൽ ഫാക്ടർ കാരണവും വരാം, ഹെറിഡിറ്ററി പാരമ്പര്യം പോലെയുള്ളത് ജനിതകമായിട്ടും വരാം, അല്ലെങ്കിൽ സിറ്റുവേഷൻ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കണ്ടുപഠിക്കുന്നതോ ഒക്കെ ആയിട്ടും വരാം. The stable tendencies include the concept of personality appear to be quite important. അതായത് സ്റ്റേബിൾ ടെൻഡൻസി ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. അതായത് ഒരിക്കലും ഒരാളുടെ പേഴ്സണാലിറ്റി മാറാൻ വേണ്ടി പോകുന്നില്ല. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, ഒത്തിരി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. തേർഡ് ഇയേഴ്സിന് അറിയാൻ മതിയാവും. ഞാനിപ്പോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 10 പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. ഇപ്പൊ ചോദിക്കും, സംശയരോഗം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്, പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഞാൻ സ്ഥിരമായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കേസസ് ആണ്. അപ്പൊ അവർ ചോദിക്കും, പേഴ്സണാലിറ്റി സ്റ്റേബിൾ ആണല്ലോ,
പേഴ്സണാലിറ്റി സ്റ്റേബിൾ ആണല്ലോ. സോ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് സത്യസന്ധമായിട്ട് തുറന്നു പറയുകയാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ പൂർണ്ണമായിട്ട് മാറുമൊന്നുമില്ല. അയാൾക്കും അയാളുടെ ചുറ്റുമുള്ളവർക്കും ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ മാനേജബിൾ ആക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവർ സൈക്കോളജിസ്റ്റ് അടുത്തേക്ക് വരാനും ബുദ്ധിമുട്ടാണ്. മിക്കവാറും പേഷ്യൻസ് ആയിട്ട് വരാം അവരുടെ വിക്ടിംസ് ആയിരിക്കും. പാരനോയിഡ് ആയിക്കോട്ടെ, നാർസിസ്റ്റിക് ആയിക്കോട്ടെ, അവരുടെ വിക്ടിംസ് ആണ് അധികവും നമുക്ക് എന്തിനു വരാറുള്ളത്, കൺസൾട്ടേഷന് വരാറുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റേബിൾ ആണ് പേഴ്സണാലിറ്റി ആൻഡ് ഓൾസോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ബട്ട് മാനേജബിൾ ആണ്. നമ്മുടെ പേഴ്സണാലിറ്റി ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള പേഴ്സണാലിറ്റി ഒക്കെ ആയിരിക്കാം, പക്ഷെ നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ട് നടക്കാം. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും നമുക്ക് മാനേജ് ചെയ്തിട്ട് കൊണ്ട് നടക്കാം. ഇതെന്താന്ന് അറിയാം, ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി, അപ്പൊ എന്താ മാനേജ് ചെയ്യാം. അതായത് കുട്ടികളോടൊന്ന് ഇന്ററാക്ട് ചെയ്യാനുള്ള ലൈഫ് സ്കില്ലോ സോഷ്യൽ സ്കില്ലൊക്കെ ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ചിലവർ അങ്ങനെ പറയാം. പിന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഭയങ്കര ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ജോബ് കിട്ടി. ഇപ്പൊ ആസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഇവിടെ ഞാൻ ഒത്തിരി എക്സ്ട്രോവേർട്ടിസം എടുക്കാൻ പറ്റില്ല. ഒരു സ്റ്റേബിൾ ആയിട്ട് മാനേജ് ചെയ്തിട്ട് തന്നെ പേഷ്യൻസിന് മുന്നിൽ ഇരിക്കണം. കാരണം നമുക്ക് പേഷ്യൻസിന് മുന്നിൽ പിന്നെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. ഒരു വികാരമില്ല. അവിടെ ചിലപ്പോൾ ഭയങ്കര പ്രശ്നമൊക്കെ നമ്മൾ വികാരം ഇല്ലാതെ കേട്ടിരിക്കണം. സോ ഇവിടെ ഒരു എക്സ്ട്രോവേർട്ടിസം പറ്റൂല. സോ ഐ മാനേജ് മൈ പേഴ്സണാലിറ്റി. അപ്പൊ പേഴ്സണാലിറ്റി നമുക്ക് മാനേജ് ചെയ്യാം, പക്ഷെ പൂർണ്ണമായിട്ടും മാറ്റാനൊന്നും പറ്റത്തില്ല. ഓക്കെ, പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇസ് സിമിലർ ടു ഇന്റലിജൻസ് ലിവിംഗ് ഇൻ ഇറ്റ്. ഇന്റലിജൻസ് അസസ്മെന്റ് പോലെ തന്നെയാണ്. ദേ മെഷർ ഇൻഡിവിജ്വൽസ് ഇമോഷൻസ്, മോട്ടീവ്സ്, ബിഹേവിയർ, ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ്. നമ്മൾ അതിൽ അളക്കുക. മോട്ടീവ്സും ബിഹേവിയറും ഇൻട്രസ്റ്റും വാല്യൂസും ആറ്റിറ്റ്യൂഡ്സും ഒക്കെ അളക്കും. എന്നിട്ടാണ് മൊത്തത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മൾ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ഞാൻ കുറെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ പേഴ്സണാലിറ്റിയുടെ നമ്മൾ ചെയ്യാൻ പോകുന്ന 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 16 പേഴ്സണാലിറ്റി ഫാക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ Cattell identified 16 basic source trait key dimension of personality that underlies many other traits along using factor analysis. ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ടാണ്, ഒരുപാട് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ട് 16 ഘടകമാക്കി. ഈ 16 അണ്ടറിൽ കുറെ വരും കേട്ടോ. ഈ 16 എണ്ണത്തിന് അദ്ദേഹം അണ്ടറിലാക്കി ഒരു 16 ഫാക്ടേഴ്സ് അനലൈസ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി അദ്ദേഹം പറയുന്നത്. സാറ്റിസ്ഫൈഡ് മെത്തേഡ് ഇൻ വിച്ച് മെനി ഡിഫറെന്റ് മെഷർമെന്റ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എ സിംഗിൾ സബ്ജക്ട് ഓർ എ ലാർജ് ഗ്രൂപ്പ് ആൻഡ് ദെൻ ഇന്റർകണക്റ്റഡ് ടു ഡിറ്റർമൈൻ ദ വേരിയേഷൻ ഇൻ ദ സർഫേസ് ഓർ വേരിയബിൾ ദാറ്റ് എക്സ്പ്രസ് ടു ബി റിലേറ്റഡ്. അതായത് ഇത്രയും കാര്യങ്ങൾ ഒരാളിൽ അളന്നിട്ട് അയാളുടെ മൊത്തത്തിലുള്ള പേഴ്സണാലിറ്റി നമ്മൾ തിട്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 16 ഫാക്ടേഴ്സ് അളന്നിട്ട്. ഇതൊക്കെ ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല കേട്ടോ. ഒരു പിന്നെ പ്രിന്റ് കൂടെ ഒരു നോട്ടും കൂടി എനിക്ക് കാണിക്കാണ്ട്, അതിൽ കുറച്ച് ചുരുക്കിയിട്ടാണ് അത് അന്നേരം പറയും. അപ്പൊ ഇനി എയിമാണ്, അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് എയിം എഴുതണം. പ്രത്യേകിച്ച് നമ്മൾ എയിം എഴുതണം. എന്താണ് എയിം? ഈ പിന്നെ പേഴ്സണാലിറ്റി നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? To assess personality trait of subject by using 16 personality factor questionnaire. ഇവിടെ എയിം എന്താണ്? 16 personality factor questionnaire വെച്ചിട്ട് നമ്മൾ സബ്ജക്റ്റിന്റെ, നമ്മൾ ചെയ്യുന്ന ഒരാളുടെ പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ് വേണം. മെത്തേഡിലാണ് സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസ്. പേര് എഴുതൂല, നമ്മൾ ഇനീഷ്യൽ. അപ്പം അഫ അബ്ദുൽ നാഫി ആണെങ്കിൽ A എന്നാണ് എഴുതി വെക്കുക. ഏജ്, സെക്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒക്കെ എഴുതി വെക്കും. പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ. ഇത് എഴുതണം കേട്ടോ, നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ്. എക്സാമിന് നിങ്ങൾ എഴുതണം എന്തൊക്കെയാണ് മെറ്റീരിയൽസ്. 16 പേഴ്സണാലിറ്റി ഫാക്ടർ ക്വസ്റ്റ്യനെയർ വേണം, ആൻസർ ഷീറ്റ് വേണം, ഫാക്ടേഴ്സ് ഓഫ് സ്കോറിംഗ് കീ വേണം, മാനുവൽ വേണം, റൈറ്റിംഗ് മെറ്റീരിയൽ വേണം, 16 പേഴ്സണാലിറ്റി ടെസ്റ്റ് പ്രൊഫൈൽ വേണം, സപ്ലിമെന്റ് ഫോർ നോട്ട്സും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. വേണ്ട കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ അവസാനം പറയൂ കേട്ടോ. ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അന്നമോ ഓക്കെ. ഏതൊരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇവിടെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് അറിയുന്ന ആളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ സബ്ജക്ട്, അറിയാത്ത ആളായിരിക്കാം എന്ന് വെച്ചിട്ട് റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാതെ ഇരിക്കരുത്. ഏറ്റവും നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ തന്നെ സബ്ജക്റ്റിനെ കൊണ്ടുപോകണമെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഷാനാസും റഹ്മത്തും ഒരേ സ്ഥലത്താണ്. അവർ രണ്ടുപേരും സബ്ജക്റ്റിനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ റഹ്മത്തിന്റെ സബ്ജക്റ്റിന് ഷാനാസിനും, ഷാനാസിന്റെ സബ്ജക്റ്റിന് റഹ്മത്തിനും കൊടുക്കാം. പരിചയമില്ലാത്ത ഒരാളെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിരി ഒന്നും വരൂല, അല്ലെങ്കിൽ അപ്പുറത്ത് ഒന്നും വരില്ല. ഇതൊക്കെ
ഇതൊക്കെ നോട്ട് ചെയ്യട്ടോ, കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ട് ഇരിക്കണം. റാപ്പോർട്ട് ഇസ് വെരി എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രാക്ടിക്കൽ എക്സാം എങ്ങനെയൊക്കെ അറ്റൻഡ് ചെയ്യണം അത് ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അയച്ചില്ല, അതെല്ലാവരും ഒന്ന് കണ്ടോക്കിയാൽ മതി കേട്ടോ. അപ്പൊ റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഇരുത്തുക, പേരെന്താണെന്ന് ചോദിക്കുക, എവിടെന്നാ വരുന്നതെന്ന് ചോദിക്കുക, കംഫർട്ട് അല്ലേ എന്ന് ചോദിക്കുക, എന്നിട്ട് ടെസ്റ്റിനെ പറ്റിയിട്ട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 16 പേഴ്സണാലിറ്റിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം 16 പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനിയറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ നോക്കിയേ പ്രൊസീജിയർ നോക്കിക്കേ. ദ സബ്ജക്ട് വാസ് സീറ്റഡ് കംഫർട്ടബിളി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് എ ഗുഡ് റാപ്പോർട്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്തിട്ട് നല്ലൊരു റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ്. അവർ സമ്മതം ചോദിക്കണം, നിങ്ങൾ റെഡി അല്ലേ എന്ന് അവസാനം ചോദിക്കണം കേട്ടോ. അങ്ങനെയാണ് പേരെന്താന്ന് ചോദിക്കുക, എവിടെന്നാ വരുന്നത്, ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, പിന്നെ ആ ടെസ്റ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇത് അറ്റൻഡ് ചെയ്യാൻ റെഡി അല്ലേ എന്ന് ചോദിക്കുക. അവർ യെസ് പറഞ്ഞാലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് റാപ്പോർട്ട് എന്ന് പറയുന്നത്. The questionnaire was given to the subject to read the instruction which is printed on the cover of the test booklet and the doubt was cleared. നമ്മള് ക്വസ്റ്റ്യനിയർ അവരുടെ കൊടുത്ത് ഒന്നുകൂടി നിങ്ങൾ ഇതിന്റെ പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വായിച്ചു നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇംഗ്ലീഷ് ഒക്കെ അത്യാവശ്യം അറിയുന്ന ഒരു സബ്ജക്റ്റിനെ വേണം നിങ്ങൾ കൊണ്ടുപോകാൻ. പല ടെസ്റ്റുകളും ക്വസ്റ്റ്യനിയർ ആണ്. അത് ചില ഇംഗ്ലീഷ് ചുമ്മാ വായിച്ച വേറെ അർത്ഥം മനസ്സിലാക്കാൻ, കാരണം കോണിഷ്ട് ക്വസ്റ്റ്യനുകളാണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും. സോ ഇറ്റ് ഇസ് ബെറ്റർ ടു ബ്രിങ് എ സബ്ജക്ട് ഹു ഇസ് എ ലിറ്റിൽ എഡ്യൂക്കേറ്റഡ് കേട്ടോ. ഇത് അവരോട് വായിച്ചു നോക്കാൻ പറയാം. ഇത് ക്ലിയർ അല്ലേ എന്ന് ചോദിക്കുക. ദ സബ്ജക്ട് വാസ് ഇൻസ്ട്രക്റ്റഡ് ആസ് ഫോളോസ്. ഇനി സബ്ജക്റ്റിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. യു ക്യാൻ സീ സർട്ടൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിഫറെന്റ് ചോയ്സസ് ഓഫ് ആൻസർ ഓൺ ദ ബുക്ക്ലെറ്റ്. പറഞ്ഞു കൊടുക്കുക. ഈ ബുക്ക്ലെറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്, കുറച്ച് ആൻസേഴ്സും ഉണ്ട്. ഇനി your task is to read each question thoroughly and mark the answer of your choice. There are 3 choices while answering: yes, uncertain and no. അതായത് നമ്മൾ അവരോട് പറഞ്ഞെടുക്കുക, ഇതൊരു ബുക്ക്ലെറ്റ് ആണ്, ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ആൻസേഴ്സും ഉണ്ട്. നിങ്ങൾ കെയർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. യെസ്, നോ, അൺസർട്ടൻ, എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല എന്നാണെങ്കിൽ അൺസർട്ടൻ ടിക്ക് ചെയ്യാം. Give the first spontaneous answer as it's come to your mind. അവിടെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ വായിക്കലും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഉത്തരവാണ് കൊടുക്കണം. യെസ് ആണോ നോ ആണോ. ഇത് ഓരോ ക്വസ്റ്റ്യനെയറും ഓരോ ടെസ്റ്റിനനുസരിച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് മാറുണ്ട്. 16 PF ഇൻസ്ട്രക്ഷൻ ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻസേഴ്സ് ആർ ടു ബി മാർക്ഡ് ഓൺ ദ റെസ്പോൺസ് ഷീറ്റ്. ഒരു റെസ്പോൺസ് ഷീറ്റ് ഉണ്ട്, ഇതിലാണ് ആൻസേഴ്സ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. റെസ്പോൺസ് ഷീറ്റ് എന്ന് പറയുന്നത് ഷോ യു റെസ്പോൺസ് ഷീറ്റ്. ഇതാണ് റെസ്പോൺസ് ഷീറ്റ് കേട്ടോ. അപ്പൊ പിന്നെ ABC നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിക്കേ, A yes ആണ്, B uncertain or sometimes, C no. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ A yes ആണെങ്കിൽ A മാർക്ക് ചെയ്യുക, നോ ആണെങ്കിൽ C മാർക്ക് ചെയ്യുക, സംടൈംസ് ഓർ അൺസർട്ടൻ ആണെങ്കിൽ B മാർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കറപ്പിക്കുകയാണ് വേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുക, A or B or C ആണെങ്കിൽ A മാർക്ക് ചെയ്യുക, B ആണെങ്കിൽ B മാർക്ക് ചെയ്യുക, C ആണെങ്കിൽ C മാർക്ക് ചെയ്യുക. ഇത്തരത്തിൽ മാർക്ക് ചെയ്യാണ് വേണ്ടത്. Do not skip any questions and try to answer the honest as possible. ഒരു ആൻസേഴ്സും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് എത്രത്തോളം ഹോണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അത്രത്തോളം ഹോണസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ 16 PF ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ സബ്ജക്റ്റിനെ സീറ്റ് ചെയ്യുക, നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് സീറ്റ് ചെയ്യുക, റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു കൊച്ചു വർത്താനൊക്കെ പറയാ, അവരോട് പറയാ ഇൻസ്ട്രക്ഷൻസ് ഇതാണ് ക്വസ്റ്റ്യനർ, ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് അതിന് നിങ്ങൾക്ക് എന്താണോ ഉത്തരം, യെസ്, നോ, അൺസർട്ടൻ, 3 ഓപ്ഷൻസ് ആണല്ലോ, അതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ആ ആൻസർ നിങ്ങൾ കറപ്പിക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്ത് എത്രത്തോളം സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അത്രത്തോളം സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശരിക്കും ശ്രമിക്കുക. എന്നിട്ട് ചോദിക്കാം റെഡി അല്ലേ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം പറഞ്ഞേ. വെരി ഗുഡ്. After given the instruction, subject was asked to turn the page and begin. Page turn ചെയ്തിട്ട് start ചെയ്യാൻ വേണ്ടി പറഞ്ഞു. After answered all questions, collect the response sheet and mark the score that the subject has entered in his personal detail. No time limit was given, but encouraged to give immediate answers and move fast. കണ്ടോ, നമ്മൾ അവരെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത ശേഷം അവരോട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറയാം. 16 PF ടൈം ലിമിറ്റ് ഇല്ല. ചില ടെസ്റ്റുകൾക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, 1 മണിക്കൂർ, അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. 16 PF ടൈം ലിമിറ്റ് ഇല്ല. പക്ഷെ അവരോട് പറയണം ആസ് സൂൺ ആസ് നിങ്ങൾ ഇത് ഫില്ല് ചെയ്തിട്ട്
തരണം എന്നുള്ളത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സബ്ജക്റ്റിന് വായിച്ച അർത്ഥം മനസ്സിലാവില്ല, അന്നേരം നിങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് നന്നായി. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. വെരി ഗുഡ്. ഇനി 16PF ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന് മേക്ക് ഷുവർ ആണ്, മേക്ക് ആണ് ഇത്, മേക്ക് ഷുവർ ദാറ്റ് ദ സബ്ജക്ട് ഹാസ് ആൻസേർഡ് എവറി ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഉറപ്പുവരുത്ത എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ചെയ്തു കഴിഞ്ഞാൽ അവർ അപ്പൊ തന്നെ പറഞ്ഞു വയ്ക്കരുത്, അവരെല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. പിന്നെ റാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇൻസ്ട്രക്ഷൻസ് മസ്റ്റ് ബി മെയ്ഡ് ക്ലിയർ ടു ദ സബ്ജക്ട്. സബ്ജക്റ്റിനോട് ചോദിച്ച് ഉറപ്പുവരുത്തണം, ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തണം. അത് എക്സാമിനോട് കണ്ടേക്കണം, കാരണം ചില എക്സാമിനേഴ്സ് റാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ മാർക്ക് ഇട്ടുതരില്ല. There should be no disturbance to the subject. സബ്ജക്ട്സിന് ഒരു രീതിയിലും അവർ ആൻസർ ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിന്റെ അടുത്ത് അവർ വെള്ളം ചോദിച്ചാൽ വെള്ളം കൊണ്ടുപോയി, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാട്ടോ. അപ്പൊ ചില പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഒന്ന് എല്ലാം അവര് ആൻസർ ഷീറ്റ് തന്നു കഴിഞ്ഞാൽ എല്ലാ ആൻസറും അവര് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റെസ്പോൺസ് ഷീറ്റിൽ എല്ലാത്തിലും അവര് ഡാർക്ക് ചെയ്തിട്ട്, ഒരു ഡാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോകും, ഒറ്റ ഒരെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തെറ്റിപ്പോകും, ഇത് നമുക്ക് ശരിയായിട്ട് കിട്ടൂല. സോ മേക്ക് ഷുവർ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത പോലെ തോന്നും, പക്ഷെ എല്ലാ ആൻസേഴ്സിലും കളർ ആയിട്ടുണ്ടോ എന്നുള്ളത് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യാ നോക്കാം. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. എന്താണ് എല്ലാവർക്കും മനസ്സിലായി? ഇനി എങ്ങനെയാണ് 16PF സ്കോർ ചെയ്യുക? അതിനായിട്ട് ഒരു സ്റ്റെൻസിൽ നിങ്ങൾക്ക് തരും. ഈ സ്റ്റെൻസിൽ ഇങ്ങനെ വെച്ചിട്ട് ഓട്ടകൾ അതിന് മാത്രം മാർക്ക് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സ്കോറിംഗ് ക്യാൻ ബി ഡൺ ഐദർ ഇൻ ഹാൻഡ്, കൈ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ചും ചെയ്യാം. നമുക്ക് ഇൻ ഹാൻഡ് ആയിട്ട് തന്നെയാണ്. In machine, each answer score 0, 1, 2. മെഷീനിലാണെങ്കിൽ 0, 1, 2 ആണ്. Point expect the factor B. The test can be scored with 2 stencil key. അതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റെൻസിൽ തരും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു മെറ്റീരിയൽസ് റിക്വയർഡ് ഇല്ല, ഇത് നമ്മൾ എഴുതി കൊടുക്കണം. ഈ സാധനങ്ങളെ അവർ നമുക്ക് തരുള്ളൂ. അങ്ങനെ സ്റ്റെൻസിൽ എഴുതി കൊടുക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റെൻസിൽ അവർ നിങ്ങൾക്ക് തരൂല. സോ സ്റ്റെൻസിൽ മേടിക്കാനും ഈ പറഞ്ഞ മെറ്റീരിയൽസ് റിക്വയർഡ് കാണാതെ പഠിച്ചു വെക്കണം എല്ലാത്തിനും. കാരണം ഒരു മെറ്റീരിയലെങ്കിലും നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ, ചില കുട്ടികളൊക്കെ സ്റ്റോപ്പ് വാച്ച് വിട്ടുപോകും. സ്റ്റോപ്പ് വാച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ ടൈം ലിമിറ്റ് ഇല്ലായിട്ടാണ്, ടൈം ലിമിറ്റ് ഉള്ളതിന് സ്റ്റോപ്പ് വാച്ച് വേണം. സ്റ്റോപ്പ് വാച്ച് ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. സോ ഏത് മെറ്റീരിയൽസ് ആണോ, അതായത് ഈ ഓരോ പിന്നെ പ്രാക്ടിക്കൽസിനും ഓരോ മെറ്റീരിയൽസിനും അത് കൃത്യമായിട്ട് നമ്മൾ എഴുതി കൊടുത്താൽ അവിടെ തരത്തുള്ളൂ. ഹാൻഡ് സ്കോർ, നമുക്ക് ഹാൻഡ് സ്കോർ ആണ്. ഹാൻഡ് സ്കോർ is accomplished by keys easily and rapidly and in a standard manner. The stencil is kept in such a way that the answer appear as pencil mark and the boxes on the given answer sheet. അതായത് നമ്മൾ ഈ സ്റ്റെൻസിൽ ഇതിന്റെ മണ്ടയ്ക്ക് വെക്കുക ചെയ്യാം, മേലെ വെക്കുക ചെയ്യാം. അപ്പൊ അതിൽ കാണിച്ചു തരും മാർക്ക് എത്ര ഉണ്ടെന്നുള്ളത് കേട്ടോ. ഈ സ്റ്റെൻസിൽ അല്ല സോറി, ഇതാണ് റെസ്പോൺസ് ഷീറ്റ്. ഇവിടെയാണ് എന്ത് ചെയ്യാ, സബ്ജക്റ്റ് മാർക്ക് ചെയ്യാ. എന്നിട്ട് ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് എന്താണ് നമ്മൾ ഓരോ വരിക്കുണ്ട് ABC എന്ന് പറഞ്ഞ് ഓരോ വരിക്കും മാർക്കുണ്ട്. ഇത് റോ സ്കോർ ആണ് കേട്ടോ. ഇതിന്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതിന് മേലെ സ്റ്റെൻസിൽ വെക്കുന്ന സമയത്ത് ഓരോന്നും കളർണ്ടായിരിക്കും, അതിന്റെ മാർക്ക് ഉണ്ടായിരിക്കും. അത് ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്റ്റെൻസിൽ എവിടെ അവൈലബിൾ അല്ല കേട്ടോ. സ്റ്റെൻസിലൊക്കെ ഇത് പെയ്ഡ് സാധനം, അതിനെ കൊണ്ട് സ്റ്റെൻസിലിന്റെ മോഡലൊന്നും നമുക്ക് കിട്ടാനില്ല. ഞാൻ കുറെ തപ്പിയൊക്കെ സ്റ്റെൻസിലിന്റെ മോഡൽ ഉണ്ടോ എന്നുള്ളത്. അതൊക്കെ ഇങ്ങനെയുള്ള അവൈലബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ സ്റ്റെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. One stencil key covers factors A, C, F, H, N, Q and Q3. ഒരു സ്റ്റെൻസിൽ ഈ A, C, F, H ന്റെ മാർക്കാണ് കിട്ടുക. രണ്ടാമത്തെ സ്റ്റെൻസിൽ B, E, G, F, M, O, Q2, Q4 ഇങ്ങനെയാണ് വരുന്നത്. അതായത് ABCDEFG എന്നുള്ളതില് കുറെ എണ്ണം ഉണ്ടല്ലോ, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ABCDEFGH എന്നൊക്കെയുള്ള ഒത്തിരി എണ്ണം ഉണ്ട്. അതില് ഒരു സ്റ്റെൻസിലിന്റെ അകത്ത് AC നോക്കിക്കേ ഏതൊക്കെയാണെന്നുള്ളത്. AC, FHLNQ3 ആണ് നമുക്ക് സ്കോർ കിട്ടുക. രണ്ടാമത്തെ സ്റ്റെൻസിൽ ഉപയോഗിച്ചിട്ടാണ് BEGFMO Q2 Q4 എന്നത് കിട്ടുക.
സിംപ്ലി ഫിക്സ് ദ സ്റ്റെൻസിൽ കീ ഓവർ ദ ആൻസർ ഷീറ്റ്. സ്റ്റെൻസിൽ ഫിക്സ് ചെയ്യുക, ആൻസർ ഷീറ്റിന് കറക്റ്റ് മാച്ച് ആയിട്ട് സ്റ്റെൻസിൽ ഫിക്സ് ചെയ്യുക. ആൻഡ് കൗണ്ട് മാർക്ക് എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്താൽ മാത്രം മതി. വിസിബിൾ ത്രൂ ദ ഹോൾസ്, ഹോൾസിലൂടെ ചെറിയ ഹോൾസുകൾ ഉണ്ടാവും സ്റ്റെൻസില്, ആ ഹോൾസിലൂടെ ഉള്ള മാർക്ക് മാത്രം നോക്കിയിട്ട് അത് മാത്രം നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതിയാവും. സ്കോർസ് ഓഫ് ദ 20s are can be given according to the number printed adjacent to the whole. Sum these scores and enter the total in the space provided. അതായത് ഇപ്പൊ എ ആണെങ്കിൽ എയിൽ കാണിക്കുന്ന ഇപ്പൊ ഈ ഇതുണ്ടല്ലോ, ഈ കറുപ്പിച്ചയിൽ മാത്രം ഹോൾ ഉണ്ടാവും, ആ ഹോളിലൂടെ നിങ്ങൾക്ക് മാർക്ക് കാണിച്ചു തരും. ആ മാർക്ക് എഴുതി വെക്കുക. എന്നിട്ട് എയിൽ എത്ര ഉണ്ട് കിട്ടിയാൽ മൊത്തത്തിൽ കൂട്ടിയിട്ട് എ എന്ന കോളത്തിൽ എഴുതാം. ബി മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് കൂടി ബി എന്ന കോളത്തിൽ എഴുതാം. സി മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് കൂടി സി എന്ന കോളത്തിൽ എഴുതാം. അത് ആ ഓട്ടയിലൂടെ കാണിക്കും ഓരോന്നിന്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. ആ ഓട്ടയിലൂടെ ഉള്ളത് എഴുതി വെക്കുക, ഓരോന്നും എഴുതി വെക്കുക. എന്നിട്ട് എന്റെ മൊത്തം ടോട്ടൽ എടുത്തിട്ട് എയിൽ എഴുതിക്കണം. എക്ക് 8 ആണ് കിട്ടിയത്, ബിക്ക് 6 ആണ്, 14 ആണ്. അത് സ്റ്റെൻസിൽ വെച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ ആണോ? Yes, ma'am. Okay, ma'am. The total row score, note that for factor B can be a scope of 1 only. Row score is calculated for all the factors. ഇവിടെ നമ്മൾ നോക്കുന്നത് റോ സ്കോർ മാത്രമാണ്. ഇത് റോ സ്കോർ ആണ്. ഇതിന്റെ പെർസെന്റായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എടുക്കുന്നതാണ്. എവിടെ പോയി? The row score is converted into sten score using norms from A and B. അവിടെ നോം സ്കോർ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? നിങ്ങളോട് നോം വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ? സപ്ലിമെന്റ് ഓഫ് നോം. ഈ റോ സ്കോർ വെച്ചിട്ട് നോം സ്കോറിലേക്ക് നമ്മൾ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. The table of sten score for form AB is given in the supplement of norms. The score are marked to the place given in the profile sheet and drawn on the basics of the sentence. ഈ റോ സ്കോർ വെച്ചിട്ട് സ്റ്റെൻ സ്കോർ ഉണ്ടാവും. റോ സ്കോർ ആണ് നമ്മൾ സ്റ്റെൻ സ്കോർ ആക്കിയിട്ട് കണക്കാക്കുന്നത്. റോ സ്കോറിന് ഓരോ റോ സ്കോർ 8 ആണ് റോ സ്കോർ എങ്കിൽ സ്റ്റെൻ സ്കോറിൽ 8 എത്രയാണ് സ്കോർ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് ഒരു ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അഗൈൻ ഐ വിൽ ഷോ യു ദിസ് ഗ്രാഫ്. ഇതാണ് കേട്ടോ ഗ്രാഫ്. തലതിരിഞ്ഞു പോയി. ഇതാണ് ഗ്രാഫ്, കണ്ടോ? ഇവിടെ എയുടെ റോ സ്കോർ 8 ആണ്, സ്റ്റെൻ സ്കോർ 3 ആണ്. അപ്പൊ 3യിലാണ് നമ്മൾ ഈ ഡോട്ടിൽ പോയിട്ട് വരയ്ക്കും കേട്ടോ. എയുടെ റോ സ്കോർ 8 ആണ്, പക്ഷെ സ്റ്റെൻ സ്കോർ എവിടെയാ? 8ന്റെ സ്റ്റെൻ സ്കോർ എവിടെയാന്ന് ഒരു നോം ഷീറ്റ് നമുക്ക് തരും. അതിന്റെ അകത്തുണ്ടാവും. 8ന് നേരെ ഉള്ളത് ഏതാ നമുക്ക് എഴുതാം. 6ൻ്റെത് 3 ആണ്, 14ൻ്റെത് 5 ആണ്, 15ന് 7 ആണ്, 12ൻ്റെത് 3 ആണ്, 11ൻ്റെത് 5 ആണ്, 15ന് 6 ആണ്. ഈ കണക്കിന് ഉണ്ടാവും. സോ നമ്മൾ അവിടെ ഇങ്ങനെ വട്ടയിട്ട് പോവാണ്. അതായത് ഈ സ്റ്റെൻ സ്കോർ എത്രയാണോ അതിപ്പോ 3ല് വട്ടയിടാം, 3 വീണ്ടും 3ല് വട്ടയിടാം, 5 ഇവിടെയാണ് കിടക്കുന്നത്. ഇങ്ങനെ വട്ടയിട്ട് അവസാനം ഈ വട്ടങ്ങള് കൂട്ടി യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അടിപൊളി കുട്ടികളാണ്. അപ്പൊ ആദ്യം നമ്മള് അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ മൊത്തം വായിപ്പിച്ച് ആൻസർ ചെയ്യിപ്പിക്കും. അതിനുശേഷം സ്റ്റെൻസിൽ വെച്ചിട്ട് റോ സ്കോർ കണ്ടെത്തും. അതിനുശേഷം ഈ റോ സ്കോറിന്റെ സ്റ്റെൻ സ്കോർ കണ്ടെത്തും. അത് ഗ്രാഫിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? എല്ലാരും പറഞ്ഞേ. ഞങ്ങളോട് അവിടുന്ന് ഒരു ടേബിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രേറ്റ്സിന്റെ അവിടുന്ന് ഒരു ടേബിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതല്ലേ? ഇതന്നെ. അത് ഓരോന്നിനും പേരലായിട്ട് പറഞ്ഞേക്കുന്നത്. അവസാനം പറഞ്ഞുതരാന്ന് വെച്ചിട്ടാട്ടോ. ഓക്കെ. അല്ല, അത് ഓരോന്നിന്റെ പാരലായിട്ട് വരയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് മാമിന് അറിയാമോ? അത് ഇതിന്റെ പാരലായിട്ട് വരാന്നുള്ളത്? പറഞ്ഞുതരാം. ഓക്കെ. ഇനി ഇഗ്നോടൊരു മോഡലായിട്ട് ഞാൻ വേറെ നോട്ട് കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഞാൻ റെഫറൻസ് എടുത്തതാണ് കേട്ടോ. അപ്പൊ അതില് ഇൻട്രഡക്ഷൻ എഴുതാം, നേരത്തെ പോലെ തന്നെ ഇൻട്രഡക്ഷൻ കൊടുക്കാം. അതിനുശേഷം എയിം ഓഫ് ദി എക്സ്പെരിമെന്റ്, ടു അസസ് ദ പേഴ്സണാലിറ്റി ഡയമെൻഷൻ ഓഫ് ദി സബ്ജക്ട് യൂസിംഗ് 60 പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനർ
ഡെവലപ്ഡ് ബൈ കാറ്റൽ. മെത്തേഡില് സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ, നെയിം, ഏജ്, ജെൻഡർ, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിലില്ല, പക്ഷെ കൊടുക്കാം. പിന്നെ മെറ്റീരിയൽസ് റിക്വയർഡ് 16 PF ക്വസ്റ്റ്യൻ, മാനുവല്, റൈറ്റിംഗ് മെറ്റീരിയൽസ്, സ്കോറിംഗ് കീ, ഇങ്ങനെയും കൊടുക്കാം കേട്ടോ. ഈ 4 നമുക്ക് വേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഇതെന്താണ് സ്കോറിംഗ് കീ, സ്റ്റെൻസിൽ ഒന്നും ഇല്ലാണ്ട് സ്കോറിംഗ് കീന്ന് മാത്രം കൊടുത്താണ്. ഉറപ്പ് വരുത്തുക സ്റ്റെൻസിൽ നിന്ന് പ്രത്യേകം എഴുതേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. നോക്കിക്കേ, ഇതിൽ പ്രൊസീജിയർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? The subject was seated comfortably and established a good rapport with subject. All instructions were given and the doubts were clear. ഞാൻ നേരത്തെ പറഞ്ഞത് ചുരുക്കിയാണ് നിങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അതാണ് വിശദമായിട്ട് പറഞ്ഞത്. This is 16 instruction of here. This is 16 PF personality test to assess your personality dimension. This is simple paper pencil personality test including 164 questions ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. Each statements have 3 option ആണ്. You can still 3 option ആണ്, 5 ഇല്ല, 3 ആണ് ഓപ്ഷൻ 1. There is no right or wrong options. ശരി തെറ്റും ഒന്നുമില്ല. അപ്രോക്സിമേറ്റ്ലി 30-35 മിനിറ്റ് ആണ് എടുക്കാന്ന് പറയും. 30-35 മിനിറ്റ് കൊണ്ട് മടുക്കും അവർക്ക്. 167 എണ്ണല്ലോ ഫോർ കംപ്ലീറ്റിംഗ് ദിസ് ടെസ്റ്റ്. 182. റിവൈസ്ഡ് ആണോ നിങ്ങൾക്ക്? 180 റിവൈസ്ഡ് ആണോ? 180 മാം 187. 187. അപ്പൊ ഇവിടെ ഞാൻ റിവേഴ്സിൽ 187 എണ്ണാട്ടോ. റിവേഴ്സിൽ 187 ആണ്. Do as fast as you can and ensure all the statements are answered. കുറെ ഞാൻ മടുക്കും. പിന്നെ അവര് പിന്നെ അവര് ഇഷ്ടമുള്ളത് കളിക്കാനൊക്കെ തുടങ്ങും കേട്ടോ. ഇനി റിസൾട്ട് ആണ്. റിസൾട്ട് നമ്മൾ നോക്കുന്നത് ഈ കണക്കിലാണ്. അതായത് നമ്മൾ സ്റ്റെൻ സ്കോർ ആണ് റിസൾട്ട് ആയിട്ട് എഴുതി വെക്കുന്നത് കേട്ടോ. സ്കോർ ഏതൊക്കെയാണ് കിട്ടുന്നത്, ഓരോന്നിന്റെയും സ്കോർ, വാക്ക്, റീസണിങ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഡോമിനൻസ്, ലൈവ്ലിനെസ്, അത് നോക്കണം. ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇപ്പൊ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഈ 16 എണ്ണത്തിന്റെ പേരും നിങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ട്. കാരണം 16 PF is very എന്താ പറയാ likely to chance to get as a exam question. എന്തായാലും കിട്ടാൻ ചാൻസ് ഉള്ള ഒന്നാണ്. ഇതാണ് സുഖം. മുള്ളർ ലെയർ ആണെങ്കിൽ പെടും. മുള്ളർ ലെയറിൽ കുറെ കണക്ക് കൂട്ടാനുണ്ട്. കണക്ക് കൂട്ടാൻ അറിയാത്ത 16 PF കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോളാം കേട്ടോ. ഇതനുസരിച്ചിട്ടാണ് റിസൾട്ട് വരാം. അത് മുള്ളർ ലെയർ മറ്റേതിലായിരുന്നു. മുള്ളർ ലെയർ അല്ലെങ്കിൽ ഡ്രം, മെമ്മറി ഡ്രം, ബാറ്റിയാസ് ബാറ്ററി. ബാറ്റിയാസ് കുറച്ച് സിമ്പിൾ ആണ് കേട്ടോ. ബാറ്റിയ കുറച്ചുകൂടെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? പക്ഷെ അറിയില്ല. എന്തോ ബാട്ടിയ ചെയ്യുമ്പോ അതിന്റെ സ്കോറിംഗ് ഇല്ലേ 15? കണക്കൂട്ടാനുണ്ട്. അത് കുറെ ഉണ്ട്. ഇനി ഈ 187 ക്വസ്റ്റ്യൻ 16 ഫാക്ടേഴ്സിന് അണ്ടറിൽ വരുന്നതാ. 187 ക്വസ്റ്റ്യൻസ്. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ കേട്ടോ. ബാങ്ക് വിളിക്കുന്നുണ്ട് കേട്ടോ.
അതെ, ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവും. ഈ മുള്ളർ ലെയർ ഒക്കെയാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കാൽക്കുലേഷൻസ് വരുന്നതിനെ കൊണ്ടിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾ ചോദിച്ചു 16 ഈ എ ആണ് വാംത്ത്, ബി റീസണിങ്, സി ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇ ഡോമിനൻസ്, എഫ് ലൈവ്ലിനെസ്, ജി റൂൾ കോൺഷ്യസ്നെസ്, എച്ച് സോഷ്യൽ ബോൾഡ്നെസ്, ഐ സെൻസിറ്റിവിറ്റി, എൽ വിജിലൻസ്. ഇതിങ്ങനെ തന്നെ പഠിക്കുക, വേറെ ലക്ഷൻ ഇതൊന്നുമില്ല കേട്ടോ. എം അബ്സ്ട്രാക്റ്റഡ്നെസ്, എൻ പ്രൈവറ്റ്നെസ്, ഒ അപ്രിഹെൻഷൻ, Q1 ഓപ്പൺനെസ് ടു ചേഞ്ച്, Q2 സെൽഫ് റെസിലിയൻസ്, Q3 പെർഫെക്ഷനിസം, Q4 ടെൻഷൻ. എനിക്ക് അറിയോന്ന് അറിയില്ല, മാനുവലിന്റെ അകത്ത് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞങ്ങൾ അങ്ങനത്തെ കുറച്ച് ഉടായ്പ പണികളൊക്കെ എടുത്തൊക്കെയാണ് മാനുവലിന്റെ അകത്ത്. അതില് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മാം ഒരു കാര്യം കൂടെ, ഇത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിലൊന്ന് ഷെയർ ആക്കുവോ? ഇത് ഷെയർ ആക്കും, നമ്മുടെ പിള്ളേർക്കെല്ലാം ഷെയർ ആക്കും. നത്തിങ് ടു വറി, നിങ്ങൾക്കെല്ലാം കേട്ടോ. അല്ല നോട്ട്സ് വരാതെ ഇവിടെ പോവാനാ ഞാൻ. അപ്പൊ റിസൾട്ട് നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ടേബിള് വരച്ചിട്ടാണ് റിസൾട്ട് ആയിട്ട് എഴുതാം. സ്റ്റെഡ് സ്കോർ ആണ് കേട്ടോ, റോ സ്കോർ അല്ല എഴുതാം, സ്റ്റെഡ് സ്കോർ ആണ് എഴുതാം. അല്ല, അത് ചുമ്മാ ഇട്ടതാ. ഇത് അങ്ങനെയുള്ള സാധനമല്ല, നിങ്ങൾക്ക് ചുമ്മാ ഇട്ടാ നിൽക്കുന്ന സ്റ്റെഡ് സ്കോർ ആണ്. ജസ്റ്റ് 2, 3, 4 അങ്ങനെ നമ്പേഴ്സ് അല്ലേ? ഞാൻ ചുമ്മാ ഇട്ടതാന്ന് പറഞ്ഞില്ലേ. ശരി ശരി. ഫിലിമിനകത്ത് അടിച്ച കൊച്ചു കഴിച്ച സാധനമാണോ എന്തോ? സ്റ്റെൻസിൽ എന്ന് പറയുന്ന സാധനം ഒരു ഫിലിമിനകത്ത് ഒരു കൊച്ചു എഴുതുന്ന ഒരു പരിപാടി. അതെ അതെ, അങ്ങനെയാണ് വരുന്നത്. സ്റ്റാറുകൾ തമ്മിൽ അതിലൊരു സ്റ്റാർ ഉണ്ട്, സ്റ്റെൻസിലിൽ ഒരു സ്റ്റാർ ഉണ്ട്. മാച്ച് ആക്കിയാല് അത് ഹോൾസ് കാണാൻ പറ്റും. അതെന്താ പറയുക, ഞാൻ പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അത് സ്റ്റാറുകൾ മാച്ച് ആക്കി വെക്കും, കാരണം നിങ്ങൾക്ക് കാണിച്ചു തരും. മാച്ച് ആക്കി വെക്കാൻ വളരെ സിമ്പിൾ ആണ്. ഒന്ന് മാച്ച് ആക്കി വെച്ചാൽ മതി, നമുക്ക് ഈ ഹോൾസ് ഒക്കെ കിട്ടും. എന്നിട്ട് ആ സ്റ്റാറുകൾ വഴി കിട്ടുക റോ സ്കോർ ആണ് കേട്ടോ. റോ സ്കോർ നമ്മൾ മാനുവലിൽ നോക്കിയിട്ട് സ്റ്റെൻ സ്കോർ ആക്കി എഴുതണം. ഈ സ്റ്റെൻ സ്കോർ ആണ് നമ്മൾ റിസൾട്ടില് കൊടുക്കുക. ഓക്കെ ആണോ? കൊടുക്കണില്ലല്ലോ. 16 എണ്ണത്തിനല്ലേ സ്കോർ കൊടുക്കണുള്ളൂ? എന്തോ എണ്ണത്തിനല്ലേ സ്കോർ കൊടുക്കണുള്ളൂ? 16 ഫാക്ടേഴ്സ് ഇത് മാത്രം. അപ്പൊ ഈ കൊറേ സ്കോറുകളൊക്കെ എങ്ങനെയാ ഈ 16 ആക്കി മാറ്റണേ? അത് സ്റ്റാൻഡർഡൈസ് ആണെടാ. ഈ 187 ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ ഈ 16 ഫാക്ടേഴ്സ് അളക്കാണ്. എന്നിട്ട് അതിന്റെ ടോട്ടൽ സ്കോർ ആണ് ഇതെടുക്കുന്നത്, റോ സ്കോർ ആക്കിയിട്ട്. ഈ റോ സ്കോർ തന്നെ നമ്മൾ എന്താക്കും? സ്റ്റെൻ സ്കോർ ആക്കി മാറ്റും. ഈ സ്റ്റെൻ സ്കോർ ആണ് റിസൾട്ടിൽ നമുക്ക് വേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ റിസൾട്ട് ആയിട്ട് എന്താക്കും? റിസൾട്ട് എഴുതിയിട്ട് the table 1 show the subject score of 16 personality trait of 16 PF questionnaire എന്ന് എഴുതും. എന്നിട്ട് ടേബിള് വരയ്ക്കും. ടേബിള് വരച്ച ശേഷം നമ്മൾ ലാസ്റ്റ് എഴുതാ ഡിസ്കഷൻ ആണ്. ഡിസ്കഷനിൽ നമ്മൾ എടുത്തെഴുതാം, ചുമ്മാ എടുത്തെഴുതാം. സിമ്പിൾ ആണ് എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. ഓരോന്നിന്റെയും സ്കോർ എത്രയാണെന്ന് എടുത്തെഴുതാം. ആദ്യം എഴുതുന്നത് എയിം വീണ്ടും ഡിസ്കഷനിൽ നമ്മൾ എയിം വീണ്ടും എഴുതും. The aim of the experiment was to assess the personality dimension of the subject using 16 personality questionnaire. The subject has taken എത്ര മിനിറ്റ് എടുത്തു എന്നുള്ളതും നമ്മൾ ഡിസ്കഷനിൽ മെൻഷൻ ചെയ്യും. പിന്നെ the subject has got dash in warmth, dash in reasoning, dash in emotional stability. ഇങ്ങനെ ഓരോന്നിനെയും മാർക്ക് എടുത്തെടുത്ത് എഴുതുക. നമ്പർ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കോർ വരുമ്പോഴേ, ഡിസ്കഷൻ എഴുതുമ്പോ. നമ്പർ വരരുതെന്നോ? നമ്പേഴ്സ് എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ആയിട്ട്.
അത് ഏത് ഇതിലാ പറഞ്ഞത്? ഞങ്ങളോട് ഇങ്ങനെ തന്നെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലാണ്. കാരണം ഞങ്ങള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പറയാറുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡിസ്കഷൻ ഞാൻ കാണിച്ചു തരാം. ഞങ്ങള് കഴിഞ്ഞ വർഷം ചെയ്തപ്പോഴാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഡിസ്കഷനിൽ ഒരിക്കലും മാർക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിലവര് പറയും ഡിസ്കഷനിൽ മാർക്ക് എഴുതിയാൽ കുഴപ്പമില്ല. ഞങ്ങളോട് ഗ്ലാമറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരത് വെട്ടിച്ചിട്ട് പിന്നെ നമ്മളോട് അത് ശരിയാക്കി എഴുതിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോർ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡിസ്കഷൻ എഴുതൽ ഇങ്ങനെയാണ്. പക്ഷെ ഇതിനോട് കുറച്ച് ചില സ്ഥലത്ത് സിമ്പിൾ ആയിട്ട് ഡിസ്കഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, ഞങ്ങള് ആ ഡിസ്കഷൻ കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ് രണ്ട് കൂട്ടരതും പറഞ്ഞുതരാം. ഇതിപ്പോ മാർക്ക് എഴുതാൻ പറ്റുന്ന ഡിസ്കഷൻ ആണ്. അവർക്ക് സിമ്പിൾ ആണ്. അത് ഓരോന്നിലും എത്ര മാർക്ക് കിട്ടിയെന്ന് അങ്ങനെ എഴുതാം. നോക്കിയേ, ഇൻഡിവിജ്വൽ ഇനി ഓരോന്നിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ നോം സ്കോറിൽ ഇട്ടായിരിക്കും. അത് ജസ്റ്റ് നോക്കി എഴുതുകയാണ് വേണ്ടത്. സ്ക്രീൻ കാണില്ല. കാണുന്നുണ്ട് കാണുന്നില്ലല്ലോ. ലെഫ്റ്റ് അടിച്ചിട്ടൊന്ന് ജോയിൻ ചെയ്താൽ മതി. ഇവിടെ ഈ ഡിസ്കഷൻ നോക്കിയാൽ മനസ്സിലാക്കും. ബൈ അനലൈസിംഗ് ദ റിസൾട്ട് വി ക്യാൻ സീ ദാറ്റ് ദ സബ്ജക്ട് ഹാസ് സ്കോർഡ് ഹൈ ഇൻ ഫാക്ടേഴ്സ് ഓഫ് ELOQ and Q1. അതായത് ഏതിലാണ് ഹൈ ഉള്ളത് എന്ന് നോക്കാം. ഹൈ ഉള്ളത് എങ്ങനെ നോക്കാം? നമ്മൾ വീണ്ടും എന്തിലേക്ക് വരാ? ഇതിലേക്ക് വരാം. നോക്കണേ, ഈ ഗ്രാഫ് അതിനായിട്ട് വരിപ്പിക്കുന്നത്. ഈ സൈഡ് ഹൈ ആണ്, അതായത് ഇത് ഹൈ ആണ്, ഇത് ലോ ആണ്. 5ഉം 6ഉം ആവറേജ് ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഈ 1 to 4 ലോ ആണ്, 7 to 10 എന്താണ്? ഹൈ ആണ്. 5ഉം 6ഉം ആണ് കിട്ടുന്നെങ്കിൽ ആവറേജ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഡിസ്കഷൻ എഴുതേണ്ട രീതിയാണ്. ഇവിടെ ഞാൻ ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. A ലോ ആണ്, B ലോ ആണ്, F ലോ ആണ്, പിന്നെ Q2 ലോ ആണ്, പിന്നെ Q3യും ലോ ആണ്. നോക്കല്ലോ, A, B, F, Q2, Q3 ഇത് ലോ ആണ്. ഓക്കെ ആണല്ലോ. അതിന്റെ അർത്ഥം ഈ ആള് ആരൊക്കെ ഇനി ഈ ലോ ഉള്ളത് ഈ സൈഡിലുള്ള സാധനമായിരിക്കും കേട്ടോ. അതായത് ഈ ആള് എന്താണ്? റിസർവ്ഡ് ആണ്, ഡിറ്റാച്ച്ഡ് ആണ്, ക്രിട്ടിക്കൽ ആണ്, കൂൾ ആണ്. അതോടൊപ്പം ലെസ് ഇന്റലിജന്റ് ആയിരിക്കും, കോൺക്രീറ്റ് തിങ്കിങ് ആയിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക. സോബർ ആയിരിക്കും, പ്രൂഡന്റ് ആയിരിക്കും, സീരിയസ് ആയിരിക്കും, ടാക്ടീഷ്യസ് ആയിരിക്കും. പിന്നെ അതോടൊപ്പം ഗ്രൂപ്പ് ഡിപ്പെൻഡന്റ് ആയിരിക്കും, ഒരു ജോയിനർ ആയിരിക്കും. അതുപോലെ തന്നെ അൺഡിസിപ്ലിൻഡ് സെൽഫ് കോൺഫ്ലിക്റ്റും ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇത്രയുമാണ് ലോ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ ആണോ? കാണുന്നില്ലല്ലോ. കാണാത്തത് ഞങ്ങക്ക് കാണുന്നുണ്ട്. നോക്കിയേ, ഹൈ അല്ല, ലോ എവിടെ? ലോ മൂന്നാമത്തേലാണ്. Okay, the subject has scored low in factor A, B, F, Q2 and Q3. A low scoring factor suggests that subject is less revered, detached, critical and cool. Similarly, a low scoring factor B, despite that the subject is less intelligent and critical thinking. A low scoring factor F suggests that subject is sober, prudent, serious and titanium. A low scoring factor Q2 suggests that the subject is group dependent and joiner and sound follower. And a low scoring factor Q3 depicts that the subject is undisciplined, self-confident, follows own urges, conless or protocol. കണ്ടോ? സിമ്പിൾ ആണ്. അതായത് ലോ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഡിസ്കഷൻ ഇങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ സ്കോർ എഴുതി വെക്കാതെ ഈ കണക്കിന് എഴുതാം. ആദ്യം ലോ ഏതൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് ലോ ആണെങ്കിൽ ഈ സൈഡിലുള്ള സാധനങ്ങളാണ് എഴുതി വെക്കേണ്ടത്. ഓരോന്നിനെയും എടുത്തിട്ട് എഴുതി വെക്കാം. ഓക്കെ ആണെങ്കിലോ? ഓക്കെ ആണോ?
ഓക്കെ. ഇനി ഹൈ ആണെങ്കിലോ, ഹൈ ഇതിൽ ഏതൊക്കെയാ വരുന്നത്? ഈ ഹൈ ആണ്. ഇനി ഹൈ ഒന്ന് എടുക്കുന്നുണ്ട്. ഈ ഹൈ ആണ്, പിന്നെ എൽ ഹൈ ആണ്, ഓ ഐ ആണ്, Q1 ഐ ആണ്. ഇത്രയാണ് ഹൈ വരുന്നത്. അപ്പൊ ഹൈ വരുമ്പോൾ ഈ സൈഡുള്ള സാധനമാണ്. അതായത് പിന്നെ ഈ ഹൈ ആണെന്നതിന്റെ അർത്ഥം അയാൾ അസർട്ടീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, അഗ്രസീവ് ആണ്, സ്റ്റബോൺ ആണ്. അതുപോലെ തന്നെ എൽ ഹൈ ആണ്. എൽ ഹൈ ആണ്, സസ്പീഷ്യസ്നെസ് ആണ്, സെൽഫ് ഇന്നോനേറ്റഡ് ആണ്, ഹാർഡ് ടു ഫൂൾ ആണ് എന്നാണ്. അതായത് പറ്റിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നാണ്. അങ്ങനെ ഓരോന്നിന്റെയും എടുത്ത് എഴുതാം. ഹൈ ആണെങ്കിൽ ഈ സൈഡിലുള്ളതാണ് എഴുതേണ്ടത്, ലോ ആണെങ്കിൽ ഈ സൈഡിലുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ് മാം. ഇനി ആവറേജ് വരുന്നത് ഒന്ന് സി ആവറേജ് ആണ്, ജി ആവറേജ് ആണ്, അതുപോലെ തന്നെ എച്ച് ആവറേജ് ആണ്, ഐ ആവറേജ് ആണ്, എം ആവറേജ് ആണ്, എൻ ആവറേജ് ആണ്. ആവറേജ് വന്നാൽ എന്താണ് എഴുതേണ്ടത് നോക്കാം. ആവറേജ് ആണെങ്കിൽ നോക്കിക്കേ, ആവറേജ് മാത്രമായിട്ട് ഒത്തിരി കോൺസ്റ്റ്. The subject has scored C, G, H, I, M, N and Q4 on average. An average score is factor C suggests that the subject is moderately affected by feeling emotionally stable, calm and nature. An average score is key. അതാണ് moderately നമ്മൾ എഴുതും. Moderately അതെങ്ങനെയാണെന്ന് അറിയോ എഴുതാം? ഓക്കെ, സി എന്താണ്? മോഡറേറ്റ്ലി, ശ്രദ്ധിക്കട്ടെ, moderately affected by feeling emotionally stable and calm in nature. വീണ്ടും പോവാണ്. എന്തുകൊണ്ട് സി മോഡറേറ്റ്ലി? അയ്യോ ഒരു മിനിറ്റ്. സി നോക്കിക്കേ, സിയുടെ എവിടെയാ കിടക്കുന്നത്? ഇവിടെയാണ്. അപ്പൊ ഇവിടെയാണ്, അതായത് 5-ലാണ് കിടക്കുന്നെങ്കിൽ മോഡറേറ്റ്ലി അഫക്റ്റഡ് ബൈ ഫീലിംഗ് ഇമോഷണലി ഈ സൈഡിലുള്ളതാണ് എഴുതാം. നേരെ മറിച്ച് എച്ചിൻ്റെത് 6 ഈ സൈഡിലാണ്. അപ്പൊ ഇതാണ് എഴുതുക. നോക്കിക്കേ, എച്ചിന്റെ നോക്കിക്കേ എവിടെ? An average score in factor H suggests that the subject is moderately shy, different socially hold, unindependent, venturesome and spontaneous. ഇപ്പുറത്തെ ഭാഗത്തുള്ള 6 കൊണ്ട് ഇപ്പുറത്തെ ഭാഗത്തുള്ളതാണ് ഇവിടെ. ഇപ്പുറത്തെ ഭാഗത്തുള്ളതാണ് എഴുതി വെക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ ആണല്ലോ? യെസ് മാം. ഇങ്ങനെയാണ് നമ്മള് 16th PF ഡിസ്കഷൻ എഴുതുക. ഓക്കെ ആണോ? ഓക്കെ മാം. ഇനി കൺക്ലൂഷൻ ആട്ടോ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ് എവിടൊക്കെയാണ് നിങ്ങൾക്ക് എഴുതേണ്ട കാര്യങ്ങള്. ആദ്യം ഇൻട്രഡക്ഷൻ വേണം, അതിനുശേഷം രണ്ടാമത്തതാണ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ല എയിം ഓഫ് ദി എക്സ്പെരിമെന്റ്. മൂന്നാമത്തത് മെത്തേഡ് ആണ്. മെത്തേഡില് ഫസ്റ്റ് വൺ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽ വേണം, മെത്തേഡില് സെക്കൻഡ് വൺ മെറ്റീരിയൽസ് റിക്വയർഡ് ആണ്, മെത്തേഡില് മൂന്നാമത്താണ് പ്രൊസീജിയർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നാലാമത്താണ് എന്ത്? റിസൾട്ട് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ഡിസ്കഷൻ, ഫൈനലി കൺക്ലൂഷൻ ആണ് എഴുതി വെക്കേണ്ടത്. അപ്പൊ കൺക്ലൂഷനിൽ നമ്മൾ എഴുതി വെക്കുക ഏതാണ്? ഏറ്റവും സ്കോർ കൂടുതലുള്ളത് ഏതാണോ അതാണ് നമ്മൾ കൺക്ലൂഷനിൽ നോക്കിയേ. ഇയാളുടെ ഏറ്റവും കൂടുതൽ സ്കോർ ഇമോഷണൽ സ്റ്റെബിലിറ്റിക്കാണ്. സോ നമ്മൾ എന്ത് എഴുതി വെക്കും? ഇയാള് ഇമോഷണലി സ്റ്റേബിൾ ആണ്. ഓക്കെ, ദ മോസ്റ്റ് ഡോമിനേറ്റിംഗ് ട്രൈറ്റ് ഓഫ് സബ്ജക്ട് ഇസ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ സ്കോർ ഉള്ളത് ഏതാണ് നോക്കാം? 1.7 ആണ്. വിജിലൻസ് ആണ് നമ്മൾ കൊടുക്കുക. ഇവിടെ നോക്കിക്കേ, ഇയാളുടെ ഞാൻ ചെയ്ത ആളുടെ നോക്കിക്കേ, ഞാൻ ചെയ്ത ആളുടെ ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത് 9 ആണ് അല്ലെ? 1, 2, 3, 9 ആണ് നിൽക്കുന്നത് കേട്ടോ. 9 അല്ലേ? 9. അതായത് എല്ലും ക്യൂയും അല്ല, ഓയും Q1ഉം ഇത് 3 9 ആണ്.
അപ്പൊ ഏതൊക്കെയാണ്? LOQ1. എല്ല് നോക്കിക്കേ, എന്റെ ആളുടെ വിജിലൻസ് ആണ് കൂടുതൽ, പിന്നെ അപ്രിഹെൻഷൻ കൂടുതലാണ്, ഓപ്പൺനെസ് ചേഞ്ച് ആണ്, ഡോമിനന്റ് റൈറ്റ്സ്. ഇനി ഞാൻ ചെയ്ത ആളുടെ ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഏതാ നോക്കാം കേട്ടോ. ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 3 ആണെന്ന് തോന്നുന്നുണ്ട്. 3 രണ്ടെണ്ണം ഉണ്ട്. 3 രണ്ടെണ്ണം അല്ലല്ലോ, 3 എണ്ണം ഉണ്ട്. ABC ആണ് അയാളുടെ ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നോക്കിക്കേ, ഞാനിവിടെ കൺക്ലൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. The subject is highly suspicious, self-oriented, assertive, high apprehension. ഇത് ഈ രീതിക്ക് എഴുതാം, അല്ലെങ്കിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള മാത്രം എഴുതി വെക്കാനും പറ്റും. അതാണ് ഏറ്റവും നല്ല കൺക്ലൂഷൻ. അതായത് ഏറ്റവും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് സെന്റൻസിൽ എഴുതണം എന്ന് പറഞ്ഞു. സെന്റൻസിൽ എഴുതണം. അവിടെ സ്കോറേ എഴുതി വെക്കാൻ പറ്റില്ല. ലോ ഹൈ ആയിട്ട് നിൽക്കുന്ന ഏതാണോ അത് എടുത്ത് എഴുതാം, ലോ ആയിട്ട് നിൽക്കുന്ന ഏതാണോ അത് എടുത്ത് എഴുതാം. സിമ്പിൾ ആണ്. നോക്കിയേ, ദ മോസ്റ്റ് ഡോമിനേറ്റിംഗ് ട്രൈറ്റ് ഏതാണ് അത് എഴുതി വെക്കാം, ലീസ്റ്റ് വൺ ഏതാണ് അത് എഴുതി. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. അപ്പൊ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ വേണം. ഇൻട്രൊഡക്ഷൻ. രണ്ടാമത്തത് എയിം ആണ്. മൂന്നാമത്തത് മെത്തേഡ് ആണ്. മെത്തേഡിൽ എന്തൊക്കെയാ വരുന്നത്? സബ്ജക്റ്റ് വരുന്നുണ്ട്, പിന്നെ സബ്ജക്റ്റ്. രണ്ടാമത്തത് സ്കോറിംഗ് അല്ലേ? അല്ല, മെറ്റീരിയൽസ് റിക്വയർഡ്, പ്രൊസീജിയർ. സബ്ജക്റ്റ്, മെറ്റീരിയൽസ് റിക്വയർഡ്, പിന്നെ പ്രൊസീജിയർ. ഇനി ഈ 4, 3 കഴിഞ്ഞ 4, റിസൾട്ട് 5, ഡിസ്കഷന് 6, കൺക്ലൂഷൻ. ഏറ്റവും നല്ലത് ഡിസ്കഷനിൽ മാർക്ക് എഴുതാതിരിക്കണാണ്. അതാണ് ശരിക്കുള്ള പ്രോട്ടോകോള്. ഡിസ്കഷനിൽ മാർക്ക് എഴുതാണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഡിസ്കഷൻ എഴുതുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. അവസാനമായിട്ട് റെഫറൻസുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ ആണോ? ഏഴാമത്തത്. അപ്പൊ എന്റെ കൂടെ എല്ലാരും ഓർത്തിരിക്കാൻ വേണ്ടി ഓർത്തോക്കിയേ ഏതൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ, എയിം, മെത്തേഡിൽ ഏതൊക്കെയുണ്ട്? സബ്ജക്ട്സ്, നാലാമത്തത് റിസൾട്ട്, അഞ്ചാമത്തത് ഡിസ്കഷൻ, ആറാമത്തത് കൺക്ലൂഷൻ, ഏഴാമത്തത് റെഫറൻസ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ശരിക്കും പറഞ്ഞ ഓൺലൈനിൽ ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ്, ബട്ട് എല്ലാം ഒത്തിരി പേര് ലാസ്റ്റ് വരെ നിന്നു. ഐ ആം വെരി ഹാപ്പി ഫോർ ദാറ്റ്. അതുകൊണ്ട് മുള്ളർ ലെയർ കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ഫ്രീ ആയിട്ട്. പോരെ? അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പ് ഞാൻ ഇപ്പൊ തന്നെ. അന്നമോ ഫോൺ തന്നെ ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ സൊല്ലി ആയിട്ട് പറയും. എന്താണ് വെരി ചലഞ്ചിങ് കേട്ടോ. ഓൺലൈനിൽ പ്രാക്ടിക്കലി പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ ഏറ്റെടുത്തൊരു ചലഞ്ചാണ്. എത്രയും പേര് വെരി സക്സസ്ഫുൾ അല്ലേ? എന്തോ? ഹലോ, ഞാനേ ഉമ്മാനെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പം. അതുകൊണ്ട് മാമിന്റെ ഇതിന്റെ റെക്കോർഡിങ്സ് ഞാനിപ്പോ മറ്റേ 10 മണിക്കാണ് ഈ ഡയാലിസിസ് കഴിയുക. അപ്പൊ ഞാൻ മാം പറയുന്നത് കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രതികരിക്കാനൊന്ന് അതെ മാമിന്റെ നമ്പർ അത് ചോദിക്കാനുണ്ട്. മാമിന്റെ നമ്പർ ഒന്ന് തരും. അപ്പൊ ഇതുപോലെ തന്നെ മുള്ളർ ലെയർ ഇതാ ഞാൻ ഇവിടെ ഉണ്ടാക്കി കുറച്ചുകൂടി സെറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാക്ടിക്കൽ തരുന്നു പറഞ്ഞാൽ തന്നിരിക്കും. ഞാൻ ഇവിടെ പോയില്ല കേട്ടല്ലോ. നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എന്റെ നമ്പർ അറിയാത്തവർക്ക് ഞാൻ എന്റെ നമ്പർ തന്നേക്കാം. താങ്ക് യു മാം, താങ്ക് യു. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാം ചെയ്യോ പറയോ? ഭാഗ്യ നമ്മുടെ പിള്ളേർക്കാണ്, നമ്മളെ പിള്ളേർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാന് ഗ്രൂപ്പ് അഡ്മിൻസ് ഒള്ളി മാറ്റിയിട്ട് ഓൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് എനിക്ക് വേണം. നാളെ ക്ലാസ് എടുക്കണമെങ്കിൽ വാട്ട് ഐ നീഡ്, എനിക്ക് നിങ്ങളുടെയൊക്കെ എന്ത് വേണം? ഫീഡ്ബാക്ക് വേണം. അപ്പൊ ഗ്രൂപ്പില് നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാം. അടുത്തൊരു ദിവസം ഓണം കഴിഞ്ഞിട്ട് മുള്ളർ ലെയർ തരാട്ടോ. ഓണം വരെ ഞാൻ ബിസിയാണ്. ഞാൻ ഓണം ആഘോഷിച്ചിട്ട് തീർന്നിട്ടില്ല. അപ്പൊ ഓണം കഴിയുന്നവരെ ഞാൻ ബിസി ആയിരിക്കും. ഓണം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? മുള്ളർ ലെയറിന്റെ എക്സ്പെരിമെന്റ് അത് കണക്ക് ചെയ്യാൻ കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഓക്കെ ആണല്ലോ?
താങ്ക് യു താങ്ക് യു. താങ്ക് യു മാം. Hope the session was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ വീണ്ടും കാണും. അത് ഇറ്റ്സ് മീ അഫ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ. താങ്ക് യു മാം. എന്തോ കുഞ്ഞേ?